അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരു ബേസിക് പ്ലാന് പർച്ചേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എങ്ങനെയാണ് വൗച്ചർ ക്രിയേറ്റ് ചെയ്തതെന്നും അത് എങ്ങനെയാണ് ഇൻവോയ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു 3 സ്റ്റാർ ലെവലിലൊക്കെയുള്ള ഒരു പ്രോപ്പർട്ടി നമ്മളൊരു എൻ്റർപ്രൈസസ് സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഈ ഒരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുക, ഏതൊക്കെ സ്റ്റെപ്പുകളിലൂടെയാണ് അത് കടന്നു പോകുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾക്കറിയാലോ, ഒരു ഇൻവോയ്സ് എന്ന് പറയുമ്പോൾ ഒരു കസ്റ്റമർക്ക് ഒരു സർവീസ് കൊടുത്ത ശേഷം മാത്രമാണ് നമുക്കൊരു ഇൻവോയ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല, അവരൊരു GST പെയർ ആണെങ്കിൽ നമുക്ക് ആ GSTയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് വേണം ഇൻവോയ്സ് ബില്ല് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പം നമ്മളിതിൽ ഒരു പുതുതായിട്ടൊരു വൗച്ചർ ക്രിയേറ്റ് ചെയ്യുകയാണ്. സ്റ്റെപ്പ് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്നും കൂടെ റീവാച്ച് ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ് കേട്ടോ. ഇതിൽ മിഥുൻ എന്ന് പറയുന്നൊരു ഗസ്റ്റ് വരുന്നു. അവരുടെ ഫോൺ നമ്പർ കൊടുക്കുന്നു. ഗസ്റ്റിൻ്റെ പ്ലേസ് കോഴിക്കോടാണ്. ഓക്കെ, GST ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അത് കപ്പിളിനെ സെലക്ട് ചെയ്യുന്നു. അവരുടെ ചെക്ക് ഇൻ വരുന്നത് ഇന്നാണ്, നാളെയാണ് ചെക്കൗട്ട്. 2 അഡൽട്സ്. ഓക്കെ, അവർ ബ്രേക്ക്ഫാസ്റ്റ് പ്ലാനാണ് ചൂസ് ചെയ്തത്. ഒരു 2 BH 1 BH സ്യൂട്ട് റൂം, കേവ് റൂമാണ് അവർ പർച്ചേസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അവർ ബുക്ക് ചെയ്തിട്ടുള്ളത്. അഡ്വാൻസ് ആയിട്ട് ഒരു 2000 കൊടുക്കുന്നു. പേയ്മെൻറ്റ് മെത്തേഡ് സെലക്ട് ചെയ്യുന്നു. ഇനി അവർ ഏജൻറ്റ് വഴിയാണ് വന്നതെങ്കിൽ ആ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതെങ്ങനെയാണ് ഏജൻറ്റിനെ ആഡ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് മനസ്സിലാവാത്തവർക്കുണ്ടെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, അതും കൂടെ ഒന്ന് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ സേവ് കൊടുക്കുന്നു. അപ്പോൾ വൗച്ചർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. നമ്മളിത് ഗസ്റ്റിന് അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഗസ്റ്റ് ഇന്നാണ് നമ്മൾ ചെക്കിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗസ്റ്റ് നമ്മൾ നേരെ ഫ്രണ്ട് ഓഫീസിലേക്ക് വരികയാണ് കേട്ടോ. ഫ്രണ്ട് ഓഫീസിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ഓഫീസിലുള്ള സ്റ്റാഫിന് നമ്മളൊരു യൂസർ ലോഗിൻ IDയും പാസ്വേഡും കൊടുത്തിട്ടുണ്ടാവും. അതൊരു യൂസറാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫ്രണ്ട് ഡെസ്കിലേക്ക് വരുമ്പോൾ അറൈവൽസ് എന്ന് പറയുന്ന ഓപ്ഷനിലായിരിക്കും ഇന്നത്തെ ഗസ്റ്റിൻ്റെ ചെക്കിൻ ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഭാഗത്തായിട്ട് അവരുടെ ഗസ്റ്റിൻ്റെ ഡീറ്റെയിൽസ്, പേര് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഏത് റൂമാണ് അവർ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇതിൽ കൊടുത്തിരിക്കുന്നത് കാണാം. 1 നൈറ്റ് സ്റ്റേ ആണ് അവർ വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അസൈൻഡ് ഡെസ്ക്, നോട്ട് അസൈൻഡ് എന്ന് കൊടുത്തിരിക്കുന്ന ആളുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഈ ഗസ്റ്റിന് ആദ്യം നമ്മൾ റൂം അസൈൻ ചെയ്ത് കൊടുക്കണം. അതായത് കേവ് റൂമിൽ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുള്ളത് 101, 102 എന്ന് പറയുന്ന റൂമാണ്. കാരണം ഇത് 3 സ്റ്റാർ കാറ്റഗറി പ്രോപ്പർട്ടിയാണ്. ഒരേ കാറ്റഗറിയിൽ 2 റൂംസ് 3 റൂംസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ 102 എന്ന് പറയുന്ന ഒരു റൂം നമ്മൾ അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. റൂം നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഗസ്റ്റിനെ ചെക്ക് ഇൻ ചെയ്യണം. ഓക്കെ, ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് അവരുടെ ID പ്രൂഫ് എന്തെങ്കിലും കളക്ട് ചെയ്യുക, അതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കംപ്ലീറ്റ് ചെക്ക് ഇൻ കൊടുക്കുക. ഓക്കെ, ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഫോളിയോ എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ആകുന്നത്. അതായത് നമ്മൾ ഓൾറെഡി കൊടുത്തിരിക്കുന്ന വൗച്ചറിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എത്രയാണ് അഡ്വാൻസ് തന്നിട്ടുള്ളത്, ബാലൻസ് ഇനി എത്ര എമൗണ്ട് കളക്ട് ചെയ്യണത്. ആ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടണമെങ്കിൽ ഫോളിയോ എന്ന് പറയുന്ന ഈ ഓപ്ഷനിലേക്ക് വരിക. അപ്പോൾ ഇതാണ് അവരുടെ ഫോളിയോ എന്ന് പറയുന്ന ആ ഒരു ഇൻ്റർഫേസ് ഇതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കളക്ട് 3500 rupees. അതാണ് അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഇനി കളക്ട് ചെയ്യാനുള്ളത്. റൂമിൻ്റെ ടോട്ടൽ പ്രൈസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. അതിൽ അവർ തന്നിരിക്കുന്ന അഡ്വാൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി ഇതിൽ നമ്മളെ വൗച്ചറിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഞാൻ ഇതിലും വരും. കളക്ട് 3500 കൊടുക്കുന്നു. അത് ക്യാഷ് ആയിട്ടാണോ UPI ID ആയിട്ടാണോ UPIയിൽ അയച്ചു തന്നതാണോ എങ്ങനെയാണോ എന്നുള്ള ഡീറ്റെയിൽസ് ഇത് ഇവിടെ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത ശേഷം റെക്കോർഡ് കൊടുത്തു കഴിഞ്ഞാൽ ബാലൻസ് എമൗണ്ട് നമ്മുടെ വൗച്ചറിൽ കംപ്ലീറ്റ് ആയിട്ട് എൻ്റർ ചെയ്തായിട്ട് കാണിക്കും. ഓക്കെ, അപ്പോൾ ഇത് അവിടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഗസ്റ്റ് നേരെ റൂമിലേക്ക് ചെക്ക് ഇൻ ആവുന്നു. അതിന് നമ്മൾ ഫ്രണ്ട് ഓഫീസിലേക്ക് ഒന്നുകൂടെ വരിക. ഫ്രണ്ട് ഡെസ്കിലേക്ക് അറൈവൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും, എമൗണ്ടും കാര്യങ്ങളൊക്കെ പേ ചെയ്തിട്ടുണ്ട്. ഇനി ഗസ്റ്റിനെ നമുക്ക് പിന്നെ നേരെ ചെക്ക് ഇൻ ചെയ്യാമെന്നുള്ളത്. ഇതേ സമയത്ത് തന്നെ നിങ്ങൾ ഗസ്റ്റിന് വൗച്ചർ കൊടുക്കുന്ന സമയത്തും വൗച്ചറിൽ ഇൻ ചെയ്യുന്ന സമയത്തും നമുക്ക് കാണാൻ പറ്റും ഇന്ന് ആരൊക്കെയാണ് അറൈവൽസ് എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഈ ഗസ്റ്റ്, ഇപ്പം ഇതിൻ്റെ റൂം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി 102 ആണല്ലോ കൊടുത്തത്, അതാണല്ലോ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 102 എന്ന് പറയുന്ന റൂം നമ്മുടെ സ്റ്റാഫിനെ കൊണ്ട് വേണമെങ്കിൽ ഒന്നും കൂടെ നമുക്ക് റീചെക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇന്നത്തെ ഗസ്റ്റ് ആരാണോ വരാനുള്ളത് അവരുടെ റൂമിൻ്റെ ഒരു എന്താ പറയുക, കേവ് റൂം, അതായത് ഇന്നത്തെ 102 എന്ന് പറയുന്ന റൂമിലേക്കാണ് ഗസ്റ്റ് വരുന്നത്. അപ്പോൾ അവർ അറൈവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടെ റൂം
റീചെക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ നമുക്കിവിടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് റീചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, റീചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ റീചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൗസ് കീപ്പിങ്ങിലേക്കൊരു ഇത് കൊടുത്താൽ മതി, നോട്ടിഫിക്കേഷൻ കൊടുത്താൽ മതി. അവരാരാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാഫ് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് അവർ ചെക്ക് ഇൻ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ പറഞ്ഞോളൂ. ഓക്കെ, അങ്ങനെ ഗസ്റ്റ് ചെക്കിനായ ശേഷം നൈറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റോ മറ്റോ ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾ അവിടെ കൊടുക്കുന്ന മറ്റ് സർവീസുകൾ, ഇപ്പോൾ അവർ പറയുകയാണെങ്കിൽ നൈറ്റ് ഫുഡ് വേണം, അത് അറേഞ്ച് ചെയ്ത് കൊടുക്കണം, അവർക്കിപ്പോൾ ചിക്കൻ ബിരിയാണി വേണം, അതല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സ് വേണം, അല്ലെങ്കിൽ ചോക്ലേറ്റ്സോ മറ്റോ ഉണ്ടെങ്കിൽ അത് വേണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ സെയിം വൗച്ചർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതിൽ പോസ്റ്റ് ചാർജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വന്നിട്ട് അവരെന്താണോ മേടിച്ചത് അത് നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇവിടെ വരേണ്ട ഈ ഒരു മെനുവിൻ്റെ ലിസ്റ്റ് ആഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അതായത് ഫുഡ് ആൻഡ് ബീവറേജ് ഐറ്റംസ്, മിനി ബാർ, അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും സർവീസ് ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്നും അതിൻ്റെ ചാർജ് എത്രയാണെന്നും എന്നുള്ള ഡീറ്റെയിൽസ് ഇതിൽ എൻ്റർ ചെയ്ത് നമ്മൾ വേറെ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ ചപ്പാത്തി കൊടുക്കുന്നു, ചപ്പാത്തി 10 എണ്ണമാണ് അവർ 10 രൂപയാണ് നിങ്ങൾ അതിൻ്റെ ചാർജ് ചെയ്യുന്നത്. 10 എണ്ണം അവർ മേടിച്ച് കഴിഞ്ഞാൽ എൻ്റെ ടോട്ടൽ എമൗണ്ട് ഇവിടെ വന്നോളും. അതേപോലെ അവർ വീണ്ടും ഇപ്പോൾ കൂൾ ഡ്രിങ്ക്സ് വേറെ പർച്ചേസ് ചെയ്തു, 2 എണ്ണമാണ് മേടിച്ചത്, 35 രൂപയാണ് ഒരെണ്ണത്തിന് വരുന്നത്, 70 രൂപ ടോട്ടൽ. ഓക്കെ, അപ്പോൾ അതും വന്നു കഴിഞ്ഞു. അപ്പോൾ അവർ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഈ ഒരു ബാലൻസ് ഇതിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 170 റുപ്പീസും കൂടി നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യണം. അതിന് നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് കളക്ട് കൊടുത്താൽ മതി. എന്നിട്ട് ആ എമൗണ്ട് ക്യാഷ് ആയിട്ടാണെങ്കിൽ ക്യാഷ് ആയിട്ടുള്ളത് നിങ്ങൾ കളക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു വൗച്ചർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗസ്റ്റിനെ ഇനി നമ്മൾ ചെക്കൗട്ട് ചെയ്യുകയാണ്. അപ്പോൾ ചെക്കൗട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനീഷ്യേറ്റ് ചെക്കൗട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അവൈറ്റിംഗ് ഹൗസ് കീപ്പിംഗ്. അതായത് നിങ്ങളുടെ ഹൗസ് കീപ്പിങ്ങിലുള്ള സ്റ്റാഫിനോട് ഗസ്റ്റ് ചെക്കൗട്ട് ചെയ്ത റൂം ഏതാണോ ആ റൂം ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വരാനുള്ളൊരു നോട്ടിഫിക്കേഷനാണ്. അതെന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് ഗസ്റ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെക്കൗട്ട് ആകുമ്പോൾ അവരുടെ എന്തെങ്കിലും തിങ്സ് അതിൽ വെച്ച് മറന്നു പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ അഡീഷണലായിട്ട് അവർ വേറെ എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജസോ മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റാഫിന് അത് ചെന്ന് നോക്കിയിട്ട്, അപ്പോൾ സ്റ്റാഫിന് നിങ്ങൾക്ക് ഇവിടെ അസൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ സ്റ്റാഫ് ഉള്ളിൽ ചെന്ന് നോക്കുന്നു, എന്നിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു, എന്നിട്ട് തിരിച്ചു വരുന്നു. എന്നിട്ട് അതിലൊന്നും ഇല്ല എന്നാണെങ്കിൽ അവർക്ക് റിലീസ് ഫോർ ചെക്കൗട്ട് കൊടുക്കാം. അത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫിന് മനസ്സിലാവും റൂമിലെല്ലാം ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ചെക്കൗട്ട് ചെയ്യാന്നുള്ളത്. അങ്ങനെ ഗസ്റ്റ് ഫ്രണ്ട് ഓഫീസിൻ്റെ അറൈവൽസിലേക്ക് വന്നിട്ട് ആ ഗസ്റ്റിൻ്റെ ചെക്കൗട്ട് കംപ്ലീറ്റ് ഏർലി ചെക്കൗട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഫർദറായിട്ട് എന്തെങ്കിലും, അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ വെച്ച് മറന്നിട്ടുണ്ട് തിരിച്ചു കൊടുക്കാനും, അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജസോ മറ്റോ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ എന്താ പറയുക, ലേറ്റ് ചെക്കൗട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണലായിട്ട് മണിക്കൂറിന് ഇത്ര രൂപ നിങ്ങൾ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇതിൽ എഡിറ്റ് പ്രീസെറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് നിങ്ങളുടെ ഓരോ മണിക്കൂറിനും അഡീഷണൽ എമൗണ്ട് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ എന്തെങ്കിലും ഡാമേജസോ മറ്റോ ഉണ്ടെങ്കിൽ അതിന് എത്രയാണ് ചാർജ് എന്നുള്ളതും നിങ്ങൾക്ക് അതിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് ഏർലി ചെക്കൗട്ട് കൊടുക്കുന്നു. അങ്ങനെ ആ ഗസ്റ്റിൻ്റെ ആ ഒരു കംപ്ലീറ്റ് കാര്യങ്ങളും അതിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ഗസ്റ്റിന് നിങ്ങൾ ഈ ഒരു കൺഫർമേഷൻ വൗച്ചർ, അതായത് കൺഫർമേഷൻ വൗച്ചർ അവർക്ക് ഇനി നിങ്ങൾ ഇൻവോയ്സ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ എന്താ ചെയ്യുക, വൗച്ചേഴ്സിൽ വരിക, അവരുടെ പേരിലുള്ള വൗച്ചർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഇവിടെ ഈ ഇൻവോയ്സ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോളിയോ ബാലൻസ് 0 ആയിട്ടുണ്ട്. അതുപോലെ ഫോളിയോ ലൈൻസ് ഐറ്റംസ് 3, അതായത് എത്ര പേയ്മെൻറ്റ്സ് ആണ് അവർ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ 3 ലൈൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്റ്റാറ്റസ് ചെക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ടാക്സ് ഇൻവോയ്സ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാക്സ് ഇൻവോയ്സിൻ്റെ എഡിറ്റിൻ്റെ ഓപ്ഷനിലേക്ക് വരും. അവിടെ നിങ്ങൾ ഗസ്റ്റിൻ്റെ ഫുൾ അഡ്രസ്സ് കൊടുക്കുക, ഗസ്റ്റിൻ്റെ GST ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം. ഇനി ലേറ്റ് ചെക്കൗട്ടോ മറ്റോ ഉണ്ടെങ്കിൽ അതിൻ്റെ റീസൺ നിങ്ങൾക്ക് ഇതിൽ കൊടുക്കാം. അതും കൂടെ കൊടുത്തിട്ട് ലേറ്റ് ആവാനുള്ള റീസണും കാര്യങ്ങളും ജസ്റ്റ് അതിൽ സൂചിപ്പിച്ചാൽ മാത്രം മതി. എന്നിട്ട് ഈ പ്രോപ്പർട്ടീൻ്റെ ലൊക്കേഷൻ ഓൾറെഡി വയനാട് നിന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടെ ഒന്ന് വായിച്ച് നോക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലപ്പ് ചെയ്യുന്ന ഡീറ്റെയിൽസുകളാണ് ഇവിടെ വരുന്നത്. ഇതിലിപ്പോൾ ഫർദറായിട്ട് കൊടുക്കേണ്ടത് ഗസ്റ്റിൻ്റെ അഡ്രസ്സും GST ഡീറ്റെയിൽസൊക്കെയാണ്. പിന്നെ ഇൻവോയ്സിൽ നോട്ട്സ് ആയിട്ട് എർലി ചെക്കിനോ അല്ലെങ്കിൽ ഡാമേജസ് ഉണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ സൂചിപ്പിക്കാം. എന്നിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് അവരുടെ പേയ്മെൻറ്റ് സിസ്റ്റമൊക്കെ ഒന്ന് നോക്കുക. UPI വഴി അവർ എത്രയാണോ എമൗണ്ട് തന്നത് അതിൻ്റെ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ID ഉണ്ടെങ്കിൽ അത് ഇതിൽ കൊടുക്കുന്നത് നന്നായിരിക്കും. ഇനി ക്യാഷ് ആണെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല.
എന്നിട്ട് ഇനി അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പേയ്മെൻറ്റ് ഡാമേജ് ഒക്കെ വന്ന ശേഷമുള്ള പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് വഴി നിങ്ങൾക്കത് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിട്ട് സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ ആ GST ടാക്സ് ഇൻവോയ്സ് എന്തായി ക്രിയേറ്റഡായി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ കൃത്യമായിട്ട് ഡീറ്റെയിൽസ് മുഴുവനും കൊടുത്തിട്ടുണ്ട്. പ്രോപ്പർട്ടിൻ്റെ പേര്, ഡീറ്റെയിൽസ്, ഗസ്റ്റിൻ്റെ ഡീറ്റെയിൽസ്, അവരുടെ ബില്ലിങ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത് കാണാം. ഇതാണ് ഇൻവോയ്സ് ജനറേഷൻ. ഇങ്ങനെയാണ് നമ്മൾ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് പറയാനുള്ളൊരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർഷ്യൽ ക്രെഡിറ്റ് നോട്ടും അതേപോലെ തന്നെ ഡെബിറ്റ് നോട്ടും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പാർഷ്യൽ ക്രെഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗസ്റ്റ് അതായത് ഇൻവോയ്സ് ബില്ല് അവർ ജനറേറ്റ് ചെയ്ത ശേഷം നോക്കുമ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു സർവീസ് അവർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു 500 റുപ്പീസ് ആയിരുന്നു നിങ്ങൾ ചാർജ് ചെയ്തത്. അറിയാതെ നിങ്ങളത് ഇൻവോയ്സിലേക്ക് കൺവേർട്ടും ചെയ്തു, അതായത് വൗച്ചർ ഇൻവോയ്സിലേക്ക് കൺവേർട്ടും ചെയ്തു. അപ്പോൾ ഈ എമൗണ്ട് നിങ്ങൾക്ക് കുറച്ച് കാണിക്കണമെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നിട്ട് എമൗണ്ട് എത്രയാണോ കൊടുക്കുന്നത് അത് ടൈപ്പ് ചെയ്യുക. അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്യുക, ചൂസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ളൊരു ചെറിയ നോട്ടും കൂടെ കൊടുത്തിട്ട് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് നോട്ടിലേക്ക് ഇതെന്തായിക്കോളും വന്നോളും. അപ്പോൾ അവിടെ വരുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഇൻവോയ്സ് നമ്പറും ക്രെഡിറ്റ് നോട്ടിലെ ഇൻവോയ്സ് നമ്പറും സെയിം ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് നാളെ ഫയൽ ചെയ്യുന്ന സമയത്ത് ഈ രണ്ടെണ്ണം കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ഒരുമിച്ച് ഫയൽ ചെയ്താലും മതി. ഇനി ഡെബിറ്റ് നോട്ടിലേക്ക് വരുവാണെങ്കിൽ, ഇപ്പോൾ ഗസ്റ്റ് ചെക്കൗട്ട് ചെയ്തു, നിങ്ങൾ ഇൻവോയ്സ് ഒക്കെ ബില്ല് ജനറേറ്റ് ചെയ്തു. ആ സമയത്താണ് ഗസ്റ്റ് ഇറങ്ങുമ്പോൾ പറഞ്ഞാൽ ഞങ്ങൾക്കൊരു 5 ബോട്ടിൽസും കൂടെ വാട്ടർ ബോട്ടിൽസും കൂടെ വേണം, അല്ലെങ്കിൽ ഇത്ര ചോക്ലേറ്റ്സ് വേണം എന്ന് പറഞ്ഞിട്ട് അഡീഷണലായിട്ട് അവരെന്ത് ചെയ്യാണ്, കുറച്ചുകൂടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ എമൗണ്ട് എത്രയാണെന്നുള്ളതും അതിൻ്റെ ചാർജ് ഏത് രീതിയിലാണ് വേണ്ടതെന്നുള്ളതും, ഇപ്പോൾ റേറ്റ് കറക്ഷൻ ആണെങ്കിൽ അത് കൊടുക്കുക, അഡീഷണൽ ചാർജസ് ആണ് അത് കൊടുക്കുക, എന്താണോ ഉള്ളത് അത് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ അവിടെ കൊടുത്ത ശേഷം ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് നോട്ടിലേക്കും ഇത് വരുന്നതായിരിക്കും. ആ ഒരു ഡെബിറ്റിൻ്റെ നോട്ട്സിലുള്ള ഇൻവോയ്സ് നമ്പറും ഈ ഇൻവോയ്സിൻ്റെ നമ്പറും സെയിം ആയിരിക്കും. അത് അറ്റാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻവോയ്സ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ചിലപ്പോൾ സംശയങ്ങൾ ഉണ്ടായിന്ന് വരാം. വീഡിയോ ഒന്നുകൂടെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക, കാര്യങ്ങൾ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ കോൺടാക്ട് നമ്പറും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഞങ്ങളൊന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്